നാളെ നമ്മുടെ ഫൈൻ ആർട്സ് ഹോളിലെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി തന്നെയാണ് യുവദർശനക്കാർ അതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഓപ്പൺ എയർ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ പ്രോഗ്രാം കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും പോകൂടാ? അവരുടെ ആലുവിലെ പ്രോഗ്രാം ഞാൻ കണ്ടതാ, നന്നായിരുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പരിപാടി നടത്തിയുള്ള നമ്മുടെ സ്ഥിതി ആലോചിക്കായിരുന്നു. എന്തോ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഓർക്കണമായിരുന്നു. പാവ എടുത്തവനെ പിടിക്കാനാ കാസിം ഭായി വന്നതെന്നാ ഞാനറിഞ്ഞു. അതെ നീ ഒരു കാര്യം ചെയ്യ്, നീ നേരിട്ട് ചെന്ന് കണ്ട് കാസിം ഭായിയോടുള്ള വിവരം പറഞ്ഞാ ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് പ്രോഗ്രാമിന് പോവാം. കാസിം ഭായി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? അപ്പൊ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഒരുത്തന്നെ ട്രൂപ്പിൽ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണുകയും ചെയ്യാം. അതോ ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പിള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേരരിക്കും, എന്നിട്ട് കണ്ട മണാകുടാച്ചന്മാരുടെ കൂടെ കഴുത്തിയാ കണ്ടിക്കും. എങ്ങനെ സ്വാമീര് നിനക്ക് മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകളെ, ഈ ഇരിപ്പ് കണ്ടിട്ട് അച്ഛനെ സഹിക്കണില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. एक हवाई हवा की चोटी की तरह कभी हम कभी तो वहां। और कत्ल हमने किया, उसकी सजा मेरा बब्बती। मुझे फिक्र तो नीलों के और तकिया के। 20 साल के बाद एक गांधी शब्द जयंती के दिन मुझे रिहा कर दिया गया। इतनी बड़ी दुनिया में बिना किसी दोस्त, बिना किसी सपने से मैं अकेला रह गया। और कत्ल हमने किया, उसकी सजा मेरा बब्बती। അടുത്തതായി മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി. നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്ന എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാറന്മാർ പറയുന്നത്? പ്രോഗ്രാം നടത്തേണ്ടതാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ തല്ലുകൂടി ഞങ്ങൾ കൊള്ളണം. വേണ്ട, കൊള്ളണ്ട, ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുപോവാ. നമുക്ക് ഓഡിയൻസ് ആണ് പ്രശ്നം, എല്ലാവരുടെ കാശാണ് പ്രശ്നം. അതെ, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക, ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. നീ എന്തായാലും ഈ ഒളിഞ്ഞു നോക്കുന്നേ? കാസിം ഭായി അവിടെ അങ്ങനെ ഇരിപ്പുണ്ടാന്ന് നോക്കിയതാണ്. അതെന്തൊക്കെ കാശും പോയാൽ കണ്ടാലറിയോ? കണ്ടാലറിയില്ല, പിന്നെ കൊണ്ടാലറിയോ? കൊണ്ടാലറിയും. നീ വന്നേ. യുവദർശനയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കലാദർശനക്കല്ലാതെ വേറെ ആർക്കും മിമിക്രി കളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്മാർ വിചാരിച്ചത്. തറക്കണ്ടത്തിനെ നമ്മൾ തറ പറ്റിച്ചു. പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ. അതാ കലാദർശനല്ലേ? ചവിട്ടി വിറ. അവന്മാരെ ശരിക്കൊരു പാഠം പഠിക്കും. ബെന്നി, ആ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ. അവന്മാരുടെ വണ്ടിയല്ലേ?
നോക്ക് എന്താ അവന്മാര് നമ്മളെ വാരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കെട്ടുകെട്ടിച്ച് കലാദർശനെ കെട്ടുകെട്ടിച്ച് 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 കലാദർശനെ കെട്ടുകെട്ടിച്ച് നീലക്കുറുക്കൻ നനഞ്ഞേ ചായം കളഞ്ഞേ വരുന്നേ നാണം മറന്നയ്യേ കുക്കുക്കു. മൂക്കില്ല രാജ്യത്തവൻ രാജ മുറിമൂക്കിൻ തുമ്പിൽ കോപക്കാരൻ കോട മാനം തൊട്ടാലും സമ്മാനം വീണേൽ താഴെ തന്നെ വാടാമച്ചമ്പി. വാ കളി കാണാൻ വാ ദും 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 പരവ പരവ പര പരവ. ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും കഴിഞ്ഞാൽ നായക്കൂടിനുള്ളിൽ വേലിക്കുള്ളിൽ വേലക്കാരൻ ധീരൻ എന്നും കാര്യം കാണാൻ വാലാട്ടുന്ന ശൂരൻ മലത്തോടലിൽ മൂളിക്കിടക്കും പാവത്താനെ പാറാവില്ലടാ. പോട്ടാ പോ പടി കാക്കാൻ പോ ഇന്നലത്തെ മഴയത്ത് പൂത്തു കുറെ നാളും തകരയും മണ്ണിൽ വറച്ചട്ടിക്കകത്തിരുന്നാലും പാവം പൂവങ്കോഴി പുലരുമ്പോ കൂവും. നായ കുറച്ച ഉദിക്കും സൂര്യനടങ്ങോ കുത്തുകുലുക്കി പിടഞ്ഞാൽ ഭൂമി കുലുങ്ങോ. കൈയും തലയും പുറത്തേക്കിടലേ ഇടത്തെ വശത്തൂടടി വെച്ചങ്ങാടി വെച്ചു പാടാ. ഓടാ പോ പടി കാക്കാൻ പോ. ധീര സമീരേ ധീര സമീരേ യമുനാ തീരേ വസതി വനേ വനമാലി ഒരു ഗോപികയായി മടിയിൽ മയങ്ങാൻ ഒരു ചെറുമോഹം ഗിരിധാരി ഓടക്കുഴലിൻ ഈണം തുടിക്കും നീലക്കടമ്പാൽ മൗനം തളർത്തു കുവലയ നീലം കണ്ണാ മിഴികളിലില്ലേ അണ്ണാ. ചാടചൊല്ലി അടുക്കണ്ട കാട്ട നിന്റെ പാട് നോക്കി പടിഞ്ഞാട്ട് പോടാ. വെട്ടുപൊത്തി കാതിൽ വേദ മോദാ വെറും വിധിയില്ല തട്ടുപൊളിക്കാരാ. വിട്ടുപിടിച്ചോ വിടാതെ വിട്ടുപിടിച്ചോ വട്ടുപിടിച്ചോ കുരങ്ങ വട്ടുപിടിച്ചോ. കിടുങ്ങാ മണികൾ അടങ്ങാ തിരികൾ ഒരു കൈ പയറ്റാൻ തുടങ്ങാൻ ഒരുങ്ങാം പാടാ. കളി കാണാൻ വാ. ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും കഴിഞ്ഞാൽ നായക്കൂടിനുള്ളിൽ ബൗ ബൗ ബൗ.
മൂക്കില രാജ്യത്തവൻ രാജ മുറിമുക്കിൻ തുമ്പിൽ കോപക്കാരൻ പോട്ട ആനം തൊട്ടാലും സമ്മാനം വേണി താഴെ തന്നെ വാടാവച്ചമ്പി പോടാ പോ പടികാക്കാൻ പോ നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും നീലക്കൂർക്കൻ നനഞ്ഞ് ചായം കളഞ്ഞ് ഏത് കാവൽ നായക്കും ഒരിക്കൽ കാലമൊരിക്കും എന്തൊരു വിശപ്പ്. ഉണ്ണി, ഈ പോലീസുകാരുടെ ഈ കാശ് കൊടുത്തയച്ചാ എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് തരൂ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്ന. നിനക്ക് ഇതിനകത്ത് കിടന്നാലും വേണ്ടില്ല, എന്തെങ്കിലും തിന്നണം ഒറ്റ വിചാരമുള്ളൂ. പിന്നെ തിന്നണ്ടേ? എങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വിവരം അറിയിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ക്ഷീണം ഉണ്ടെങ്കിൽ പാപ്പച്ചൻ ചേട്ടൻ കിടന്നോളൂ. അതേടാ, എന്നെ കൊണ്ട് ഈ കാശ് മുഴുവൻ ചെലവാക്കി നീ എന്നെ ജയിലിൽ കൊണ്ട് കിടത്താൻ നോക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാലും നിന്നെ ഇവിടുന്ന് വിടില്ല, ഇവിടെ കിടത്തും. നിങ്ങ ആ വെളിയിൽ ഇറങ്ങട്ടെ. പല തന്തയ്ക്ക് പറഞ്ഞ നിഷേധി, നീ പച്ചാളത്തോട്ട് വേണം. പച്ച വെള്ളം തരത്തില്ല. കോട്ടയത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞാൽ രാത്രി തന്നെ ഇവിടെ എത്താമല്ലോ. പിന്നെ ഇത്രയും നേരമായിട്ട് ഇവര് എവിടെ പോയി കിടക്കുക? അച്ചോ, എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി വല്ല ലോറിയായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തീർന്നു കാണും. പോസ്റ്റ്മോർട്ടത്തിനായി എല്ലാത്തിനും ആശുപത്രിയിലാക്കി കാണും. നിങ്ങളെ കരുതാക്കണ്ട, ഒന്നും വിളമ്പണ്ട. ഇന്ന് രാത്രി പയ്യനൊരു പ്രോഗ്രാം ഉള്ളതാ. അവിടെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് സമാധാനം പറയാ? കേട്ടു. ഓ, ഹലോ, കലാദർശന. ഓ, അതെ, ഫാദർ തറക്കണ്ട സംസാരിക്കണേ. എന്റെ കർത്താവേ, എന്റെ കാവൽമാരാകെ എല്ലാവരും ചത്തുപോയി. നമ്മുടെ വേനൽ ലോറിയും കൂട്ടിയിടിച്ച് എല്ലാം ചത്തുപോയെന്ന് ദേ അച്ഛൻ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോയിരിക്കുന്നു. എന്റെ കർത്താവേ, എന്ത് പറയാ. മമ്മൂട്ടി പോയി 10 രൂപ തന്നതാണ്. നമ്മുടെ വേൻ ലോറിയെ കൂട്ടിയിടിച്ച് എല്ലാരും ചത്തുപോയെന്ന്. എന്റെ ദൈവമേ. പാതിരാത്രി നടുറോഡിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ അടിപിടി കൂടാന്ന് വെച്ചാൽ അതിന് ചീത്തപ്പേര് അച്ഛനാ. മേലിൽ ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മനസ്സിലായോ? അച്ചോ, ഈശോ വിജയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. തെറ്റാരുടെ ഭാഗത്തായാലും എന്റെ കുട്ടികളെ വിട്ട സ്ഥിതിക്ക് അവരെ കൂടി വിടണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഫാദർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവരെ കൂടെ വിട്ടയക്കാം. എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? എനിക്ക് ധൈര്യം തരേണ്ട ഉണ്ണി ഇങ്ങനെ തളർന്നാലോ? ലതയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ല. വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്ന ഇളയ 2 സഹോദരിമാർ. മല്ലികയുടെ വിവാഹം കഴിഞ്ഞ എന്റെ ബാധ്യത തന്നെ ഇനിയും തീർന്നിട്ടില്ല. എല്ലാ ബാധ്യതയും തീർന്നിട്ട് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനാണോ ഉണ്ണിയുടെ തീരുമാനം? എന്റെ സിറ്റുവേഷൻ കൂടി ഉണ്ണി ഒന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ലതയ്ക്ക് ഈ പ്രൊപ്പോസൽ ഒഴിവാക്കാൻ കഴിയില്ലേ? ശരി, ഇത് ഒഴിവാക്കാം. അടുത്തൊരു പ്രൊപ്പോസൽ വരുമ്പോ എന്തു പറയും? എന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് ഉണ്ണിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരിമാരുടെ വിവാഹം എന്ന് കഴിയുന്നു അതിനുശേഷം നമ്മുടെ വിവാഹം, അല്ലേ? നീണ്ട ഒരു കാത്തിരിപ്പ്. ഉണ്ണിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിടിച്ചു നിൽക്കാൻ വയ്യാതായാൽ
എനിക്കൊന്നേ ചെയ്യാനുള്ളൂ. വീട് വിട്ടിറങ്ങി ഉണ്ണിയോടൊപ്പം വരിക. വണ്ടി നിർത്തൂ. ആ മിമിക്രിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. എന്റെ കൈ ഒടിഞ്ഞടാ, കൈ ഒടിഞ്ഞു. പിന്നെയും വന്നോ കുരിശ്. കർത്താവേ, ഒന്ന് പതുക്കനെ കിടത്തടാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെ ആയി എന്റെ സ്ഥിതി. പാപ്പച്ചൻ ചേട്ടനോട് ആര് പറഞ്ഞു കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കാൻ? അയ്യോ, എടാ പട്ടി എന്ന് വിളിച്ചത് നിന്നെയൊക്കെ ഉദ്ദേശിച്ചാ. ഇവന്റെ വാക്കം കെട്ടി ഇറങ്ങി എനിക്ക് കിട്ടി. മാനഹാനി, ധനനഷ്ടം, ശരീര വീടാ. എല്ലാ നല്ല സംരംഭങ്ങൾക്ക് പിന്നിലും ഒരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട് കേട്ടോ. എടാ എനിക്ക് അങ്ങനെ ത്യാഗം സഹിച്ച പ്രധാനമന്ത്രി ആകണ്ടെന്ന് ഞാൻ നിർത്താൻ പോവുക. നമ്മളെ ഗുണ്ടകളെ കൊണ്ട് തെളിക്കാൻ അച്ഛൻ മനഃപൂർവ്വമായിരിക്കും സ്റ്റേഷൻ ഇറക്കിയത്. ഏയ്, അങ്ങനെ നോവാൻ വഴിയിൽ. പിന്നെ ഒരു കാര്യമില്ലാതെ അവന്മാര് വന്ന് നമ്മളെ തല്ലു. കാസർഗോഡ് ഖാദർ ഭായിയുടെ മകൻ കാസിം ഭായി ബോംബെന്ന് വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവന് ഹിന്ദി പറയുന്നത് കേട്ട ഒരുപക്ഷെ അവനായിരിക്കാനാ സാധ്യത. കലാദർശനക്കാരാണെന്ന് കരുതി ആള് മാറി നമ്മളെ അടിച്ചതായിരിക്കും. നിന്നെ കണ്ടപ്പോ കലാദർശനാണെന്ന് അവർക്ക് തോന്നിക്കാണും. നിന്നെ വെച്ച് ട്രൂപ്പ് നടത്തിയ ഞാൻ RIP ആയിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. കാസിം ഭായിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുമായിരുന്നു. സിന്ദാബാദ് സിന്ദാബാദ് കാസിം ഭായി സിന്ദാബാദ്. ഇപ്പൊ തന്നെ നീ വന്നത് നന്നായി. അതുകൊണ്ട് ഒരാളുടെ പണി കുറഞ്ഞു കിട്ടി. പക്ഷേ നീ പറയുന്നതിൽ എന്തെങ്കിലും പന്തികേടുണ്ടായാൽ ആദ്യം പോകുന്നത് നിന്റെ തലയായിരിക്കും. ഞാൻ കലാദർശനിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പൊ ഞാൻ വേറെ ട്രൂപ്പ് തുടങ്ങി. വർഷങ്ങളോളമായി നടത്തിവരുന്ന ഞങ്ങളുടെ ബിസിനസ് തകർത്ത ആരെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവന്മാരെ തകർക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് കാസിം ഭായി പറഞ്ഞ എന്ത് വേണേ ഞാൻ ചെയ്യാം. ശരി, നിങ്ങളെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. കലാദർശനയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം. കേറിക്കോ. നിക്ക്. എങ്ങോട്ടാ? ഇവിടെ ഇത്രയും നേരം ഒരുമിച്ചിരുന്ന് പോരാഞ്ഞിട്ട് ഇനി രണ്ടാളും കൂടെ റോഡിനുള്ള ചുറ്റാൻ പോവാ? അല്ല, ഒരുമിച്ച് പോയ ആരെങ്കിലും കാണും. സാബു പൊയ്ക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. അല്ല, സാബു സാറോ എന്താ ഇവിടെ? ദുബായിൽ നിന്നൊക്കെ ഇത്ര വട്ടം ഇങ്ങോട്ട് പോന്നോ? ഓ, ദുബായിലെ കാറ്റ് അല്പം സാറിന് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. ഇല്ലോടാ ഫ്ലിക്സ്. എങ്ങനെ ഇഷ്ടപ്പെടാൻ വെച്ചായ മാളിയേക്കൽ ചെറിയാച്ചന്റെ മകൾ സന്ധ്യയോടെ ഉള്ളപ്പോ മിമിക്രി സാർ എങ്ങനെയാ ദുബായി താമസിക്കുന്നത്? എടാ പട്ടി കൈവരണ പോലെ. നീയാണ് കൂട്ടിക്കൊടുക്കുകാരി എന്ന് തുടങ്ങി ഈ പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. മിസ്റ്റർ ഫ്രെഡറിക്,
ഞാൻ നോക്കി നിൽക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. സന്ധ്യയെ കൊണ്ടുപോകുന്നത് അവളുടെ ആംഗ്ലമാരാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. വാടിയുടെ അയ്യോ എന്താ ഇത്? സന്ധ്യ പുറത്തു പോകുമ്പോ ഒരു കണ്ണ് വേണമെന്ന് ആന്റിയോട് ഞാൻ എത്ര തവണ പറഞ്ഞു. എന്താ ഉണ്ടായേ? പോയിട്ടൊന്ന് നോക്ക്. എന്നതാടാ ഇതിനൊക്കെ കാരണക്കാരൻ ഈ അച്ചായന. അവന്മാർ ഓഫീസിൽ വന്ന് കരഞ്ഞ് മിമിക്രി കാണിച്ചപ്പോ അച്ചായൻ അതങ്ങ് വിശ്വസിച്ചു. മനസ്സിലായില്ലേ സാബു ദുബായി പോയില്ലാന്ന്. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി ഇവളെ ഇവിടെ നിർത്തിയാൽ അത് അപകടമാണ്. തൽക്കാലം അവളെ ബാംഗ്ലൂർ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. കല്യാണവും നമുക്ക് അവിടെ വെച്ച് നടത്താം. നീ എന്നതാടാ ഈ പറഞ്ഞേ? നമ്മൾ അവനെ പേടിച്ച് അവളെ നാട് കടത്തി കല്യാണം കഴിപ്പിച്ചു നാട്ടുകാരറിഞ്ഞ അതിന്റെ മാനക്കേട് എനിക്കാ. അവന്റെ മുമ്പിൽ വെച്ച് തന്നെ അവളുടെ കല്യാണം എനിക്ക് നടത്തണം. അതെന്റെ ഒരു വാശിയാ. ഇവിടെ വെച്ച് നടത്തിയാൽ അവന്മാർ വന്നു വല്ല അലമ്പം ഉണ്ടാക്കിയാൽ അതിൽ പരൊരു മാനക്കേട് വരാനില്ല. അന്ന് അവന്റെ ശവമായിരിക്കും. മാളിയേക്ക് കുഞ്ഞഗസ്തിയുടെ മകൻ ചെറിയാച്ചൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞഗസ്തിയുടെയും ചെറിയാച്ചന്റെയും മഹത്വമൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. മാനക്കേട് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവളെ ബാംഗ്ലൂരിലോട്ട് അയക്കണം. അയ്യോ ഫിലിക്സ്. പിന്നല്ലായോ? നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. അടുത്ത ഞായറാഴ്ച ബാംഗ്ലൂർക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ചേടാ ഫിലിക്സ്. ഹലോ, കരയാതെ മോളെ. ഒരു ടിക്കറ്റ് വേണം. സന്ധ്യ